അതെ അരുൺ, ഈ ഇത്രയും വലിയ തുക കോടികളുടെ ഒരു കവർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുള്ള ആളുകളായിരിക്കും എന്നതിലേക്ക് തന്നെയാണ് അത്തരത്തിലുള്ള സംശയമാണ് ഉയരുന്നത്. അപ്പോൾ ഈ മുഖംമൂടിയൊക്കെ ധരിച്ച് വളരെ കൃത്യമായിട്ട് അവർ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതിൽ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു അല്ലേ? അതിനാണ് സ്മിത, ഈ കവർച്ചാ സംഘത്തിന് ഇതിൽ മുൻപരിചയം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നു, കൃത്യമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പോലെ തന്നെ അകത്തേക്ക് കയറി തോക്ക് ചൂണ്ടി ജീവനക്കാരെ മുൾമുനയിൽ നിർത്തുന്നു. അതിനുശേഷമാണ് ഈ ഒരു വലിയ കവർച്ച നടന്നിരിക്കുന്നത്. അതും ആ ബാങ്കിൽ എത്രത്തോളം തുക ഉണ്ട് എന്ന കാര്യം ഈ കവർച്ചാ സംഘത്തിന് വ്യക്തതയുണ്ട്. മാത്രമല്ല ഈ CCTV അവിടെ ഇല്ല, CCTV സർവീസിന് വേണ്ടി അയച്ചിട്ടിരിക്കുകയാണ് എന്ന കാര്യവും ഈ കവർച്ചാ സംഘത്തിന് അറിയാം. ഇതൊക്കെ മുൻകൂട്ടി അറിയുള്ള ഒരു സംഗമം തന്നെയാണ് ഈ കവർച്ചയ്ക്കായി ഇവിടേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. പ്രതികൾ രക്ഷപ്പെടാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ സുരക്ഷ വിന്യസിച്ചിട്ടുണ്ട്. വാഹന പരിശോധന ശക്തമായി തന്നെയുണ്ട്. ഈ വാഹനം കേന്ദ്രീകരിച്ച്, അതായത് CCTVയിൽ കാണുന്ന നീല ഫിയറ്റ് കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. ഉടൻ തന്നെ പ്രതികൾ വലയിലാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. സ്മിത, അരുൺ പാറക്കലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വാർത്തയാണ്. മംഗളൂരുവിലാണ് സംഭവം ഉണ്ടായത്. മുഖംമൂടി സംഘം തോക്ക് ചൂണ്ടിയാണ് വലിയ തുകയുടെ കവർച്ച നടത്തിയത്. ബാങ്കിൽ നിന്ന് 12 കോടിയോളം രൂപ കവർന്നു എന്നതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം എത്തുന്നത്. 12 കോടി രൂപ ബാങ്കുകളിൽ സാധാരണ അത്രയും രൂപ ഒരുമിച്ച് സൂക്ഷിക്കാറില്ല. അതെന്തെങ്കിലും ട്രാൻസാക്ഷൻ്റെ ഒക്കെ സമയം വരുമ്പോൾ അവശ്യഘട്ടങ്ങളിലാണ് എത്തിക്കുക. അങ്ങനെ എത്തിച്ചു എന്നുള്ളതിൽ ഒരു വിവരം ഉള്ള ആരെങ്കിലും ആകും ഇതിനു പിന്നിൽ എന്നുള്ള ഒരു നിഗമനമുണ്ട്. കാരണം അത്രയേറെ തുക ഒരുമിച്ചുള്ള സമയത്ത് തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പരിചയസമ്പന്നരെ പോലെ വന്നിറങ്ങുന്നു, തോക്കു ചൂണ്ടി മുഖംമൂടി ധരിച്ചവരെത്തുന്നു. അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രണം ചെയ്തുള്ള ഒരു മോഷണം. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ വലിയ താമസം ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ മുഖംമൂടി ധരിച്ചു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്നാണെങ്കിലും അവരിലേക്ക് എത്താൻ തിരിച്ചറിയാനുള്ളൊരു സമയം എടുക്കും, വെല്ലുവിളി ഉണ്ടാകും. കാരണം ബാങ്കിനകത്ത് CCTV ഇല്ല. CCTV എന്താണ് സർവീസിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ മുഖംമൂടി ധരിച്ചിരിക്കുന്നു. ഒപ്പം ഹിന്ദിയാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ വെല്ലുവിളികളുണ്ട്. ഹിന്ദി സംസാരിച്ച വെല്ലുവിളി എന്നല്ല പറഞ്ഞത്. മുഖം ഏത് ഭാഷക്കാരാണ്, എവിടെ നിന്നുള്ളവരാണ് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അരുണിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. അരുണിനെ ഇപ്പോൾ നമ്മൾ പറയുമായിരുന്നു, ഈ മുഖംമൂടി ധരിച്ചത് കൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചറിയാനുള്ള ഒരു സാധ്യത, അതൊരു വെല്ലുവിളി തന്നെയാണ് അല്ലേ? ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? ഈ പ്രതികളെത്തിയ കാറ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. CCTV ദൃശ്യങ്ങളിൽ ആ കാറ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഒരു നീല കാറാണ്, ഫിയറ്റ് കാറാണ്. ആ കാറിലെത്തിയതിന് ശേഷം ആ കാറ് പുറത്ത് റോട്ടിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ആ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പ്രതികൾ 4 പേർ അകത്തേക്ക് കയറിപ്പോകുന്നത്. അതിനുശേഷം ഈ കവർച്ച നടത്തിയതിന് ശേഷം അവർ ആ കവർച്ചാ മുതലുമായി കാറിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. താഴേക്ക് എത്തുന്ന സമയത്ത് കാറ് ഈ ബാങ്കിന് അരികത്തേക്ക് മാറ്റിയിടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും വാഹന പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഈ കാർ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസം പോലീസിനുണ്ട്. കാറ് മംഗലാപുരത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും പോലീസ് അടച്ചിട്ടുണ്ട്. പഴുതടച്ച അന്വേഷണം തന്നെ നടക്കുന്നു. ACP ധന്യ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്. എന്തായാലും അന്വേഷണം ശക്തമായി നടക്കുന്നു. പരിശോധന ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. 12 കോടിയോളം രൂപയുണ്ട്. വലിയ മോഷണമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ 5 ലക്ഷം രൂപയാണ് മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. മുഖംമൂടി സംഘം എത്തി 12 കോടിയുടെ പണമാണ് മോഷ്ടിച്ചത്. അത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തുള്ള ഒരു സംഘം എത്തുന്നു, മുഖംമൂടി ധരിച്ചെത്തുന്നു, തോക്ക് ചൂണ്ടി പണം അപഹരിക്കുന്നു.